എന്താണ് ഇപ്പോൾ ഈ രാമക്ഷേത്ര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന കാര്യങ്ങൾ എന്നതിൽ വലിയ തോതിൽ അത്ഭുതം തോന്നുകയാണ്. പ്രത്യേകിച്ച് എയിംസ് അടക്കമുള്ള പ്രധാനപ്പെട്ട ആശുപത്രികൾക്ക് വരെ ഉച്ചവരെ അവധി പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരെ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നു. ഇത് വളരെ ഇതുവരെ കേൾക്കാത്ത, ഇതുവരെ കാണാത്ത ഒരു സംഭവമാണ്. അതായത് ഇതുപോലെ പരിപൂർണമായിട്ടുള്ള അവധി പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു റിലീജിയസ് സംഭവം നടക്കുക എന്നുള്ളത് ഒരു റിലീജിയസ് സംഭവമല്ല. ശരിക്കും നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഇതിന്റെ പുറകിലുള്ള രാഷ്ട്രീയമാണ്, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമെല്ലാമാണ് ഇതിന്റെ പുറകിലുള്ളത്. അതാണ് വ്യക്തമായിട്ടും തെളിയിക്കുന്നത് ഇതുപോലുള്ള സംഭവങ്ങൾ. അതൊരു മൊബിലൈസേഷനാണ്, ഒരു മാസ് മൊബിലൈസേഷനാണ്, പൊളിറ്റിക്കൽ മൊബിലൈസേഷനാണ് നടക്കുന്നത് രാം ടെമ്പിളിന്റെ പേരിൽ. രാം ടെമ്പിളിനോട് ആർക്കെങ്കിലും വിരോധമുണ്ടോ എനിക്ക് തോന്നുന്നില്ല. പിന്നെ അത് വന്ന സ്ഥലവും മറ്റൊക്കെ തർക്ക വിഷയമായിട്ടുള്ളത് ഇപ്പോൾ നിലനിൽക്കുന്നത് അതവിടെ ഇരിക്കട്ടെ, അതല്ല. പക്ഷേ ഇതുപോലെ ഒരിക്കലും കാണാത്ത രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് സന്നാഹം പോലെ ഉള്ള സംഭവമാണ് നടക്കുന്നത് ഇവിടെ രാം ടെമ്പിളിന്റെ പേരിൽ അയോധ്യയിൽ. അതൊക്കെ ഓർമ്മിക്കുമ്പോൾ 1992 ഡിസംബർ 6-ാം തീയതി ഞാനുണ്ടായിരുന്നു അവിടെ ഈ മസ്ജിദ് പൊളിക്കുമ്പോൾ. ആ ഓർമ്മയിലേക്കൊക്കെ തിരിച്ചു പോവുകയാണ്. ഇതൊന്നും അത്ര നല്ല ഓർമ്മകളൊന്നുമല്ല അന്ന് നടന്നതും അതിനുശേഷം നടന്നതും എല്ലാം. ഇപ്പോൾ നടക്കുന്ന സംഭവത്തിലേക്കും ചായയൊക്കെ വരുന്നുണ്ട്, അതിൻ്റെയൊക്കെ ചായ വീഴുന്നുണ്ട് തീർച്ചയായിട്ടും. നമ്മളതെല്ലാം മറന്നുകൊണ്ട് ഇങ്ങനെയൊക്കെ ഒരു ആഹ്ലാദത്തിലേക്കും ഇങ്ങനെയൊക്കെ പോകുമ്പോൾ അതതിന്റെ പ്രയോജനമുള്ള രാഷ്ട്രീയ ശക്തിയിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ഏതായാലും ഇതാണ് നടക്കുന്നത്. ഇപ്പോൾ അതാണ് നടക്കുന്നത്, നമ്മൾ കാണിച്ചിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഏതായാലും അത് ഇങ്ങനെ ദുരുപയോഗപ്പെടുത്തരുത് രാഷ്ട്രീയമായിട്ടുള്ള ശക്തിയെ, അധികാരത്തെ. ശ്രീ പി വി തോമസ്, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആ ഒരു അജണ്ടയാണ്, ആ ഒരു രീതിയാണ് ഇപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞു വന്ന കാലത്തെ മറന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന ഒരു രീതിയൊക്കെയാണ് സമീപിച്ചിരിക്കുന്നത് എന്ന് നമുക്കറിയാം. പക്ഷേ ഇപ്പോൾ ഈ നിലയ്ക്കുള്ള നീക്കങ്ങൾ, അതായത് ഈ അവധി പ്രഖ്യാപനം അടക്കമുള്ള ബാങ്കുകൾക്ക്, ആശുപത്രികൾക്ക് മറ്റൊരു പൊതു അവധിക്ക് സമാനമായ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാനുള്ള നീക്കങ്ങൾ കുറഞ്ഞപക്ഷം സാമാന്യ സമൂഹത്തിന്, സാമാന്യ ബോധത്തിന്, സമൂഹത്തിന്റെ മനസ്സിലാകുന്ന നിലയ്ക്കല്ല എന്നത് കേന്ദ്ര സർക്കാരിന് ബോധ്യപ്പെടുന്ന ഒരു കാര്യം തന്നെയല്ലേ? മനസ്സിലാകുന്നുണ്ട്, മനസ്സിലാകാഞ്ഞിട്ടൊന്നുമല്ല. പക്ഷേ ഈ ആശുപത്രികൾക്കൊക്കെ അവധി കൊടുക്കുക എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും നമ്മൾ മനസ്സിലാക്കണം. നേരത്തെ രാമായണം ടിവിയിൽ വന്നുകൊണ്ടിരുന്ന കാലത്ത് ആശുപത്രിയിൽ ഡ്യൂട്ടി ചെയ്യാതെ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടർമാരെ എല്ലാം നമുക്കറിയാം, നമുക്ക് കുറച്ചൊക്കെ റിപ്പോർട്ട് വന്നിട്ടുള്ളതാണ്. അങ്ങനെ ഉള്ള ഒരു ഭ്രാന്തമായിട്ടുള്ള ഒരു ഇതിലേക്ക് നീങ്ങുകയാണെങ്കിൽ അത് നമുക്കത് തീർച്ചയായിട്ടും നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്ന ആ ഒരു സയന്റിഫിക് ടെമ്പറിന് തികച്ചും ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു നീക്കമാണ് ഗവൺമെന്റിന്റെ സ്പോൺസർഷിപ്പിൽ നടക്കുന്നത്. അത് നമ്മൾ നാട്ടിനെ എവിടെ കൊണ്ട് എത്തിക്കുന്നതിന് നമ്മൾ തിരിച്ചു വീണ്ടും സത്യയുഗത്തിലേക്ക് പോവുകയാണോ? അത് നമുക്കൊരു സയൻസും അതുപോലെ അനുസരിച്ചുള്ള സാങ്കേതികമായിട്ട് ഡെവലപ്മെന്റാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഏതായാലും ഭക്തരെ പൊയ്ക്കോട്ടെ. പക്ഷെ അതിന് എന്തുകൊണ്ട് ഗവൺമെന്റിന് സ്പോൺസർഷിപ്പിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. നന്ദി. മുതിർന്ന മാധ്യമപ്രവർത്തകൻ പി വി തോമസ് ആണ് പ്രതികരിച്ചത്.